ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു വാഹനത്തിന് ഉടമയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡാറ്റകൾ മുഴുവൻ ആർക്കൊക്കെ വിൽക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹം മൂത്തൊരു വണ്ടി എടുക്കാൻ നമ്മൾ ആദ്യം പോകുന്ന ഏജൻസിയിൽ നമ്മൾ ഡാറ്റ മുഴുവൻ കൊടുക്കുന്നുണ്ട്. വാഹനം സ്വന്തമാക്കിയതിനു ശേഷം ആ ഡാറ്റ എൻ പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ബേസ് ചെയ്ത് വാഹനങ്ങളുടെ ഗവൺമെന്റ് ഓതറൈസിംഗ് ഒരു ഏജൻസിയാണ് എം പരിവാഹൻ. ആ എൻ പരിവാഹനിൽ നമ്മുടെ ഡാറ്റകൾ എടുത്ത് ആർക്കൊക്കെ വിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പേയ്മെന്റ് ടൈമിൽ നിങ്ങൾക്ക് എത്ര ഏജൻസികൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ട്? നോട്ട് ചെയ്തോളുക. നമ്മുടെ ഡാറ്റ ഓൾറെഡി മറ്റ് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പോലീസ് ഫൈൻ വരുന്നുണ്ട്. ആ പോലീസ് ഫൈൻ നിങ്ങൾ ഇൻഫോം തരാൻ പല ഏജൻസിയും മാറി നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഡാറ്റ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആരാണ് ഉത്തരവാദികൾ? ഞാൻ പറയുന്നത് എന്തെങ്കിലും നുണയാണെങ്കിൽ ഞാൻ ഒരു 1-2 വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ആ വീഡിയോകൾ ഒന്ന് പരിശോധിക്കാം. ഒരു പോലീസ് ഫൈൻ ഉണ്ട് ഞാൻ കാണിക്കുന്ന വാഹനത്തിന്. ഒരു ഹെൽമെറ്റ് വെക്കാത്തതിന് ഒരു 500 ഫൈൻ ഉണ്ട്. 500 രൂപ 1000 രൂപ ആയിട്ടുണ്ട്. അത് കോടതിയിലാണ് ഇപ്പോൾ അടയ്ക്കേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. കാർ ഇൻഫോം എന്നൊരു സൈറ്റിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുകയാണ്. ആ മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടോ? ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കുന്നു. ആ ലിങ്ക് ഓപ്പൺ ആക്കിയ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. ആ ലിങ്ക് ഓപ്പൺ ആക്കി നമ്മൾ വരുമ്പോൾ നമുക്ക് 2200 സംതിങ് രൂപ അടയ്ക്കാനാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എം പരിവാഹന്റെ സൈറ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ പരിവാഹന്റെ സൈറ്റിൽ ഈ ചെല്ലാൻ ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വാഹനത്തിന്റെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ 1000 രൂപ ഫൈൻ ഉണ്ട്. 1000 രൂപ നിലവിൽ കോർട്ടിൽ മാത്രം അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മൾ ഡാറ്റയൊക്കെ ആർക്കൊക്കെയോ കൊടുത്ത് അവർ നമ്മളെ നിരന്തരം ഇൻഫോം ചെയ്യുകയാണ്. ആ ഇൻഫോമിൽ നമ്മൾ ആരെങ്കിലും ബലിയാടായാൽ നമ്മുടെ പൈസ 100% ഉറപ്പാണ്. നിങ്ങൾ ഒരു കാരണവശാലും MBD എന്ന് പറയുന്നുണ്ട്, ജോയിന്റ് ആർടിഒ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. അല്ല, അതൊക്കെ ഫേക്ക് ആണ്. വാട്സാപ്പിലൊന്നും മെസ്സേജ് വരില്ല. ഇതിന് പരിവാഹനിൽ കയറിയിട്ട് മാത്രമേ നമുക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റുള്ളൂ. പരിവാഹനിൽ ഈ ചെല്ലാണ്ട് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ വാഹനം എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ മാത്രമേ MBD ഫൈൻ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് വരുള്ളൂ. അത് ഈ ആവശ്യം പല RTO ഓഫീസുകളിലും നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ നിങ്ങളുടെ ധനനഷ്ടമാണ്. യാതൊരു സംശയവും വേണ്ട. ഇനി ഇൻഷുറൻസ്, നമുക്ക് പുതിയൊരു വണ്ടി എടുത്ത് 1 ഇയർ ആകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്ന സമയമാകും. ആ ഇൻഷുറൻസ് അടയ്ക്കുന്ന സമയത്ത് പല കമ്പനികളും നമ്മളെ ഇൻഫോം തരുവാണ്. നമുക്ക് ആ ഡാറ്റ എങ്ങനെ അവർക്ക് കിട്ടി? ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത വാഹനം, ആ വാഹനത്തിന് ഇൻഷുറൻസ് മെയ് മാസം 5-ാം തീയതിയാണ് എക്സ്പയറി ഡേറ്റ്. ആ വാഹനത്തിന്റെ ഓൾറെഡി ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഇൻഫർമേഷൻ വരുന്നുണ്ട്. ആ ഇൻഫർമേഷൻ ലിങ്കിൽ നമ്മൾ കയറിയാൽ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ന്യൂ ജനറേഷന്റെ അപ്ഡേഷൻ അറിയാത്ത ഒത്തിരി സാധുക്കൾ ഉണ്ടാവാം. ആ ലിങ്കിൽ കയറി പൈസ അടയ്ക്കാം. വെറുതെ ആ പൈസ കളയരുത്. ഒരു കാര്യം ഇപ്പോഴും പറയുന്നു, നമ്മുടെ ഡാറ്റകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരും ഉത്തരവാദി? ആർക്ക് ചോദ്യം ചെയ്യാം? ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ പിടിച്ചിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിർത്തുന്നു. എൽദോസ് കരാർ.